ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ആൽബസിൽ സ്റ്റേ ഗെയിമിംഗ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബോക്സ് ഡ്രോ ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാണ്. നെതർലാൻഡ്സിൻ്റെ പാക്കാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം, വെർത്ത് പാക്കാണ്. വാൻ ബാസ്റ്റൻ, ഗുല്ലിറ്റ്, റൈക്കാർഡ്, മൂന്നും അടിപൊളി പ്ലേയേഴ്സാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് തരുന്ന ഒരു പാക്കാണിത്. അതിൽ എനിക്ക് മെയിനായിട്ട് വേണ്ടത് ഗുല്ലിറ്റിനാണ്. കാരണം എൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈലിനനുസരിച്ചിട്ടുള്ളൊരു പ്ലെയർ ആണ് ഗുല്ലിറ്റ് എന്ന് പറയുന്നത്. ഗുല്ലിറ്റ് പിന്നെ ഏകദേശം എല്ലാ പൊസിഷനിലും, അതായത് CMF, AMF, SS, CF അങ്ങനെയുള്ള എല്ലാ പൊസിഷനിലും യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്ലെയറാണ് ഗുല്ലിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആൾക്ക് അത്യാവശ്യം സ്കിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ സ്കില്ല് കൊടുത്തിരിക്കുന്ന വിഷനറി പാസ്സാണ്. ആൾക്ക് ലോ പാസ്സൊക്കെ കുറവാണ്, പക്ഷേ വിഷനറി പാസ് കൊടുത്തിട്ടുണ്ട്. ഗെയിമിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. പിന്നെ വാൻ ബാസ്റ്റിനാണ്. വാൻ ബാസ്റ്റിൻ എനിക്ക് ആവശ്യമുള്ള പ്ലെയർ ഒന്നല്ല. ആൾക്ക് അത്യാവശ്യം ഹെഡിങ് എബിലിറ്റി ഉണ്ട്, പക്ഷേ ഫോക്സ് ആയതുകൊണ്ടും എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ അത്യാവശ്യം സ്പീഡ് കൊടുത്തിട്ടുണ്ട് ഈ കാർഡിന്, വാൻ ബാസ്റ്റിന്. പിന്നെ നമ്മുടെ റൈക്കാർഡാണ്. ബിൽഡപ്പാണ് പ്ലേയിങ് സ്റ്റൈൽ വരുന്നത്. അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ട്സൊക്കെ ഉണ്ട്. ബിൽഡപ്പ് നമ്മുടെ ലെജൻസിൽ വളരെ കുറവാണ്. ബിൽഡപ്പ് ബാരേസി, വെക്കൻബോറൊക്കെ ഉള്ളൂ. അപ്പോൾ ബിൽഡപ്പ് വേണ്ടവർക്ക് റൈക്കാർഡിനെ ഒന്ന് നോക്കാവുന്നതാണ്. പിന്നെ കുറച്ച് സ്പെഷ്യൽ പ്ലേയേഴ്സിൽ വന്നിട്ടുണ്ട്. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതിൽ വേഗോസ്റ്റ് എൻ്റെ ഉണ്ട്. മറ്റേ ബിഗ് ടൈം റൊണാൾഡോൻ്റെ ബാക്കിൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു വേഗോസ്റ്റ്. നല്ല ഹെഡിങ് എബിലിറ്റി ഒക്കെ ഇട്ട് നല്ല ഹൈറ്റ് ഉണ്ട് ആൾക്ക്. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് നേരെ പാക്ക് ഓപ്പണിങ്ങൾക്ക് പോവാം. ഓക്കെ, നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം 3 വട്ടം. ഹോൾഡ് 900. ഇറ്റ്സ് അല്ല, എപ്പിക്കല്ല. ഏത് സ്പെഷ്യൽ കാർഡാണെന്നാണ് തോന്നുന്നത്. പച്ചൊക്കെ എത്തിയിട്ടുണ്ട്. മോനെ, അതാ എപ്പിക്ക് ഹൈക്കാർഡ്. നമ്മളെ ടാർജറ്റൊന്നും അല്ല, എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ കിട്ടിയതിൻ്റെ ഭാഗ്യം. അതും ഫസ്റ്റ് ട്രൈ എനിക്ക് അങ്ങനെ കിട്ടാറില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഫസ്റ്റ് ട്രൈയിലൊക്കെ കിട്ടുന്നത്. ഫസ്റ്റ് ട്രൈയിൽ കിട്ടിയൊരു ഭാഗ്യം വേണം കേട്ടോ. പനാമയൊക്കെ നല്ല തേപ്പിൻ്റെ ആൾക്കാരാണ്. നല്ലതായിട്ട് തേച്ച് ഒട്ടിച്ച് തരും. ചിലപ്പോൾ ആ 150 പ്ലേയേഴ്സിൽ ലാസ്റ്റ് വരെ ഞാൻ ഒരു വട്ടം ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റത്തെ പ്ലെയർ വരെ ഞാൻ എത്തിയിട്ടുണ്ട്. അടുത്ത ട്രൈ നോക്കാം. 3 വട്ടം ടാപ്പ് ചെയ്യാം. ഓക്കെ, 1 2 3. ഓക്കെ, 900. എപ്പിക്കല്ല, സ്പെഷ്യൽ കാർഡാ. നേരത്തെ പോലെ എങ്ങാനും അടിക്കോ? എങ്ങാനും അല്ല, സ്പെഷ്യൽ കാർഡാണ്. ഏതോ ഒരു പ്ലെയർ. പോട്ടെ, സ്കിപ്പ് പോട്ടെ. അടുത്ത ട്രൈ നോക്കാം. ഇനി ഒരു 3930 അതിനുകൂടി ഉണ്ട്. അതിൻ്റെ ഉള്ളിലേലും തന്നാൽ മതിയായിരുന്നു. നെക്സ്റ്റ്. ഇനി ടാപ്പി ഒന്നും വേണ്ട, ഡയറക്റ്റാണ് പോവാം. ഓക്കെ, 900. സ്കിപ്പ്. നെക്സ്റ്റ് പോവാം. പോ. അടുത്ത 900. ഓക്കെ, അതും ബേസ്. സ്കിപ്പ്. അടുത്ത 900 പോവാം. ഇതിൻ്റെ കോയം തീരുന്ന തോന്നുന്നത്. അടുത്ത 900. അതും ബേസ്. തേക്കാനുള്ള പുറപ്പാടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബുള്ളറ്റിനെ കിട്ടുമോ ഇല്ലയാണോ? ഓക്കെ, 3 വട്ടം ടാപ്പ് ചെയ്യാം. ഹോൾഡ്. ഓക്കെ, സ്പിൻ. ഓക്കെ, ഇറ്റ്സ് എപ്പിക്. കിട്ടി മോനെ, രക്ഷപ്പെട്ടു മക്കളെ. ആരാ നോക്കിയാൽ മതി. ഓ യെസ്, ഗുള്ളിറ്റ്.
എന്ത് പറ്റിയാണോ കൊനാമിക്ക്? സാധാരണ നമുക്ക് ആരിനെ ആവശ്യമില്ലാത്ത അവരെ കറക്റ്റായിട്ട് തരും, ആവശ്യമുള്ളവരെ ഏറ്റവും അവസാനം തരും. അതുവരെ നമ്മളിരുന്ന് സ്പിൻ ചെയ്തോളണം. അതാണ് കൊനാമിയുടെ ഒരു സ്ട്രാറ്റജി. ഭാഗ്യം. പക്ഷെ എന്ത് പറ്റിയാണോ അങ്ങനെ തോന്നിയില്ല തോന്നുന്നു. സാധാരണ നല്ല രീതിയിൽ തേക്കും, നമുക്ക് ആവശ്യമുള്ളവരെ അവസാനം തരിക. ഇനിയിപ്പോൾ എന്തായാലും സ്പിൻ ചെയ്യാൻ നമ്മളൊരു കോയിനും ഇല്ല, ഇനി സ്പിൻ ചെയ്യണമില്ല, അത് കുഴപ്പമില്ല. വാൻ ബാസ്റ്റിന് എന്തായാലും നമുക്ക് ആവശ്യമില്ല. നമുക്ക് സ്ക്വാഡിലിട്ട് നോക്കി വെക്കാം. സ്ക്വാഡിലാദ്യം ഇതാണ് എൻ്റെ സ്ക്വാഡ് കേട്ടോ. നമുക്ക് ആദ്യം റൂമിനെ മാറ്റിയിട്ട് അവിടെ നമ്മുടെ ചെക്കനെ ഇട്ട് നോക്കാം, ബുള്ളിറ്റിനിടാം. ഇനി സലീബനെ മാറ്റിയിട്ട് റൈക്കാർഡ് അവിടെ. ഓക്കെ, സലീബനെ മാറ്റിയിട്ട് റൈക്കാർഡിനെ ഇട്ട് നോക്കി നോക്കാം. അതിനെ നമുക്ക് ട്രെയിൻ ചെയ്ത് നോക്കി നോക്കാം എത്ര ലെവൽ പോകും. 105 പോവും രണ്ടുപേരും. 105 മൂന്ന് പേരും 105 പോകും തോന്നുന്നു. മറ്റേ വാൻ ബാസ്റ്റിൻ 104 പോകുന്നു. ബാക്കി രണ്ടുപേരും 105 പോകുന്നുണ്ട്. ഓക്കെ, 104. ഇത് തോന്നുന്നത് ബൂസ്റ്റർ ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, അതായത് ഒരു ബൂസ്റ്റർ കൂടി കൊടുത്താൽ മാത്രമേ തോന്നുന്നു 105 എത്താം. അപ്പോൾ അത് കൊടുത്തു നോക്കിയാൽ കൊടുത്താൽ 105 വരും. അടിപൊളിയാണ്. രണ്ടുപേരും നല്ല ഇതുണ്ട്, സ്റ്റാറ്റ്സ് ഉണ്ട്. സ്റ്റാറ്റ്സിനുള്ള കളി ഉണ്ടോയെന്നാണ് ഇങ്ങനെ നോക്കേണ്ടത്. ബുള്ളിറ്റ് പിന്നെ അത്യാവശ്യം എന്തായാലും ഓക്കെയാണ്. റൈക്കാർഡിൻ്റെ കാര്യം അറിയില്ല, ബിൽഡപ്പിൽ റൈക്കാർഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കണം. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സൊക്കെ ഉണ്ട് റൈക്കാർഡിന്. കേളൊക്കെ 90 ഒക്കെ ഉണ്ട്. ആക്സിലറേഷൻ ഉണ്ട്, സ്പീഡുണ്ട്, കിക്കിംഗ് പവറൊക്കെ 94 ഉണ്ട്. തുളച്ച് കയറും വല. നല്ല റൈസിങ് ഷോട്ടും സ്കില്ലൊക്കെ ഉണ്ട് ആൾക്ക്. റൈക്കാർഡ് എന്താ അവസ്ഥ നോക്കിയോട്ടെ. ബിൽഡപ്പ് ആൾക്ക് ഡിഫൻസ് അവയർനെസ്, ടാക്ലിങ്, അഗ്രഷൻ, ഡിഫൻസിങ് എല്ലാം ഉണ്ട്. സ്റ്റാറ്റ്സൊക്കെ ഉണ്ട്. സ്പീഡുണ്ട്. സ്പീഡ് അത്യാവശ്യമുള്ള പ്ലെയർ ആട്ടോ. സ്പീഡ് അതുകൊണ്ട് ആൾ DMF ആയിരുന്നല്ലോ, അതിൻ്റെ ഏകദേശം സ്പീഡൊക്കെ തോന്നണം ഇതിലുള്ളത്.